ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിൽ അന്വേഷണം. DGP നേരിട്ട് അന്വേഷിക്കും. സർവീസ് ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ നടപടി. അജിത് കുമാറിനെ മാറ്റണമെന്ന് DGP മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി സൂചന. യുവാവിന്റെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. 30 ദിവസത്തേക്ക് താൽക്കാലിക മുൻകൂർ ജാമ്യം അനുവദിച്ചു. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യത്തിൽ MLA M മുകേഷിനൊപ്പം സർക്കാർ. മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ അപ്പീൽ നൽകേണ്ടെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം പുനരാരംഭിച്ചു. ഐരാണിമുട്ടം, ആറ്റുകാൽ എന്നിവിടങ്ങളിൽ വെള്ളമെത്തിച്ചു. വൈകിട്ടോടെ തലസ്ഥാനത്ത് എല്ലായിടത്തും വെള്ളമെത്തിക്കും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഹൈക്കോടതി തീർപ്പാക്കി. അന്വേഷണം കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്ന് കോടതി. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണം. സ്ക്രീൻഷോട്ട് മതസ്പർദ്ധ പരത്തുന്നതാണോ എന്ന് പരിശോധിക്കണമെന്നും നിർദ്ദേശം. മലപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിശ്രുത വരനെ കണ്ടെത്താനായില്ല. വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിഷ്ണു കോയമ്പത്തൂരിലേക്ക് പോയതായി സൂചന. അമേരിക്കൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജാനിക് സിന്നറിന് നേരിട്ടുള്ള സെറ്റുകൾക്ക് അമേരിക്കയുടെ ടെയ്ലർ ഫ്രിറ്റ്സിനെ തകർത്തു. ഇറ്റാലിയൻ താരത്തിന്റെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടം.